ഒരു നാടിന്റെ വികാരം. പിന്നീട് അത് ലോകമെമ്പാടുമുള്ള ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചൊരു ഐറ്റം. കണ്ണൂരുകാരുടെ സ്വന്തം കണ്ണൂർ കോക്ടെയിൽ. ഇന്ന് ഞാൻ ഇവിടെ ബഹറിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണേ. ഇതിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് കൊതിച്ചതാണ് കേട്ടോ. ഇപ്രാവശ്യം മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നല്ല പഴുത്ത പപ്പായ കണ്ടപ്പോഴേ എനിക്ക് കണ്ണൂർ കോക്ടെയിലാണ് ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ തീരുമാനിച്ചു ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട, ബഹറിന്റെ ഈ ചൂടിൽ ശരീരം ഒന്ന് തണുപ്പിക്കാൻ ഒരു പപ്പായ വാങ്ങിച്ചുകൊണ്ട് വന്ന് കണ്ണൂർ കോക്ടെയിൽ അങ്ങ് ഉണ്ടാക്കിയേക്കാം. കണ്ണൂരുള്ള കണ്ണൂർ കോക്ടെയിൽ ജ്യൂസ് കോർണർ എന്ന ഷോപ്പാണ് കേട്ടോ ഇതിന്റെ ആസ്ഥാനം. 17-18 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ഈ ഒരു കോക്ടെയിൽ ഡെയിലി 8000-ലധികമാണ് അവിടെ വിറ്റ് പോകുന്നത്. അപ്പൊ തന്നെ ഇതിന്റെ ഒരു റേഞ്ചും ടേസ്റ്റും ഒക്കെ നമുക്ക് ഊഹിക്കാലോ. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഐറ്റം പപ്പായയാണ്. ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ പപ്പായക്ക് കർമൂസ എന്ന് പറയും കേട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറിയ പീസായി കട്ട് ചെയ്തൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ കുറച്ച് പൊമഗ്രനേറ്റ് അവസാനത്തേക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതും അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കണ ക്യാരറ്റ്, പപ്പായ, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, വാനില ഐസ്ക്രീം, പിന്നെ നല്ല കട്ടപ്പാൽ. ഇന്ത്യയിൽ കട്ടപ്പാൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യേണ്ട ഗ്ലാസ്സിനകത്തേക്ക് ആദ്യം കുറച്ച് കോൺഫ്ലെക്സ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കറുത്ത മുന്തിരി, പൊമഗ്രനേറ്റ് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അവസാനമായിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് ആവശ്യമുള്ള അത്ര വാനില ഐസ്ക്രീമും കൂടി വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ കോക്ടെയിൽ റെഡി. ഇനി എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുക, കുടിക്കുക. ഈ ഒരു ഐറ്റം എങ്ങനെ ഇത്രയും ആൾക്കാരുടെ ഫേവറേറ്റ് ആയി എന്നുള്ളത് നമ്മൾ ഒറ്റ തവണ കുടിക്കുമ്പോൾ നമുക്കും മനസ്സിലാവും, നമ്മളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും കേട്ടോ.